ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പോയിന്റുകളെ ആസ്പദപ്പെടുത്തിയാണ് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ദൂരത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സ്ഥലത്തെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലേക്കുള്ള ദൂരം, തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്ന സമയത്ത് ഇലക്ട്രിക് സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റുകളുണ്ട്, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജ്, അതായത് യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അതായത് യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ +1 കുളോം ചാർജിനെ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ക്യാരിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = W/Q എന്നുള്ളതാണ്. ഡബ്ല്യുവും ക്യൂവും എന്താണ് നമുക്ക് നോക്കാം. Q എന്ന് പറഞ്ഞാൽ എത്ര ചാർജിനെയാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ചാർജിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. W എന്ന് വെച്ച് കഴിഞ്ഞാൽ Q എമൗണ്ട് ഓഫ് ചാർജിനെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കിനെയാണ് നമ്മൾ W എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. നമുക്കൊരു 10 കുളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ആവശ്യമായിട്ട് വന്ന വർക്കാണ് 500 ജൂൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ W, അതായത് വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. അതുപോലെ തന്നെ എത്രമാത്രം ചാർജാണ് കൊണ്ടുപോയത്? 10 ആണ്. അപ്പം Q എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 500/10 എന്ന് ലഭിക്കും. നമുക്ക് ഉത്തരം 50 വാൾട്ട് എന്ന് ലഭിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് +1 കുളോം ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് 5 ജൂൾ വർക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 വോൾട്ട് എന്ന് ലഭിച്ചു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2 കുളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് 80 ജൂൾ വർക്ക് ചെയ്യേണ്ടി വന്നു. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 40 വോൾട്ട് എന്ന് ഉത്തരം ലഭിച്ചു.